ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഓർഗനൈസിങ് വീഡിയോ ആണ് കേട്ടോ. കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു എൻ്റെ വാർഡ്രോബ്സ് ഒക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കണമെന്ന്. കാരണം എപ്പോഴും അടുക്കിയൊക്കെയാണ് വെക്കുന്നതെങ്കിലും കുറേയൊക്കെ നമ്മൾ ഇങ്ങനെ മാറ്റി എടുത്തും ഇതൊക്കെ വരുമ്പോഴത്തേലും അത് കുറച്ച് മെസ്സ് ആവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങളുടെ അടുത്തും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കുക്കിങ്ങും ഒക്കെ കൂടെ ചെയ്യണം എന്നുണ്ട്. ഇത് ഓർഗനൈസിങ് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ എൻ്റെ ഹെൽത്ത് എന്താവും എന്നുള്ളത്. അപ്പോൾ പറ്റുവാണെങ്കിൽ അതും കൂടെ ചെയ്യാം, ഇല്ലെങ്കിൽ അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമുക്കിനി നമ്മുടെ ഓർഗനൈസിങ് ആൻഡ് ക്ലീനിങ്ങിലോട്ട് പോവാട്ടോ. ഓക്കെ, ഇന്ന് ഞങ്ങളുടെ ബെഡ്റൂമാണ് കേട്ടോ ആദ്യം ഓർഗനൈസ് ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ അതിൻ്റെ അകത്ത് ഡ്രസ്സസൊക്കെ നമ്മൾ കഴുകിയും തേച്ചും ഒക്കെ കൊണ്ട് വെക്കുമ്പം അടുക്കിയും ഒക്കെ തന്നെയാണ് വെക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഡ്രസ്സ് എടുക്കുകയും ഇതാക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേല് അതങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിഞ്ഞും ഒക്കെ പോകുമല്ലോ. എപ്പോഴും പെർമനൻ്റ്ലി ഒരുപോലെ ഇരിക്കില്ല, അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇതാക്കണമല്ലോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇപ്പം ഇരിക്കുന്നത് അലമാരയ്ക്കകം. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് കംപ്ലീറ്റ് സാധനങ്ങൾ എടുത്തിട്ട്, ഇത് വൈറ്റ് അല്ലേ, അപ്പം അതിൽ കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടയ്ക്കണം. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് അടുക്കിയെടുക്കണം. ഇതെൻ്റെ കോസ്മെറ്റിക് ഷെൽഫാണ് കേട്ടോ. അതിൻ്റെ അകമൊക്കെ കിടക്കുന്ന കണ്ടിട്ട് എനിക്ക് തന്നെ തല കറങ്ങിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് ഓരോന്ന് വെക്കുമ്പോഴത്തേൽ ഇങ്ങനെ മാറി ഇതായിട്ടും പോകും. നമ്മൾ തിരക്ക് പിടിച്ചിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേലേ ഒരിക്കലും കറക്റ്റ് തന്നെ ഇരിക്കണം എന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാനിതിപ്പോൾ ഇതൊക്കെ അടുക്കി പിറക്കുന്നതും കാര്യങ്ങളെല്ലാം ഞാൻ കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ, ടൈം ലാപ്സിലിട്ടിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേശ്ശെ ഇപ്പം ഞാനൊരു 2-3 തുണി എടുത്ത് വെച്ചു, പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ്, അങ്ങനെ ചെയ്യുന്നതിനോട് എനിക്കൊരു തൃപ്തി തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെയ്യുമ്പോഴത്തേൽ നല്ല നീറ്റായിട്ട് എല്ലാം കാണിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ കുറച്ച് ടൈം ലാപ്സിലും കൂടെ കാണിക്കുമ്പോഴത്തേലും ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ ടൈം ലാപ്സിലൊക്കെ ഓരോ വീഡിയോസ് കാണുമ്പോഴത്തേൽ എനിക്കും ഒരു മോട്ടിവേഷൻ വരും ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളും അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പോർഷൻ കാണിക്കാതെ ഞാൻ ചെയ്യുന്നതെല്ലാം കംപ്ലീറ്റ്ലി ഇത് ഒന്ന് ടൈം ലാപ്സിലിട്ട് കാണിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കവർ ചെയ്യാനും പറ്റും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഏറ്റവും താഴത്തെ സ്റ്റാൻഡിൽ ചെരുപ്പുകളാണ് കേട്ടോ കുറച്ച് വെച്ചേക്കുന്നത്. അപ്പം പുറത്തൊക്കെ യൂസ് ചെയ്യുന്ന നല്ല ചെരുപ്പുകൾ. അപ്പോൾ കുറച്ച് ഷൂസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ ഷൂസൊക്കെ ട്രാവലിന് പോകുമ്പോഴൊക്കെ മാത്രമാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് അടുക്കി വെച്ചതാ. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒതുക്കിയതിന് ശേഷമുള്ള ഒരു ഇതാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇപ്പം എല്ലാം എടുത്തിട്ട് ഞാൻ കുറേ എൻ്റെ ചുരിദാസൊക്കെ ഇങ്ങനെ ഹാങ്ങറിലാണ് ഇട്ടിരുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറേയൊക്കെ മാറ്റി ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. ബാക്കി കുറച്ചൊക്കെ ഞാൻ ഹാങ്ങറിൽ തന്നെ ഹാങ് ചെയ്തിട്ടു കേട്ടോ. എന്നിട്ട് കുറേയൊക്കെ ഇതുപോലെയുള്ള സാരി ബാഗിൻ്റെ അകത്തൊക്കെ കുറേ ഡ്രസ്സസൊക്കെ മാറ്റി അങ്ങനെയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ സ്പേസ് കിട്ടി. ഇനി അടുത്ത വാർഡ്രോബാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിലൊക്കെ പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് വാർഡ്രോബ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുമ്പോഴൊക്കെയുള്ള, അല്ലെങ്കിൽ അലമാരാസൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഒന്ന് ഇടയ്ക്ക് നോക്കണം, ഒന്ന് ഓർഗനൈസ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നു കേട്ടോ. എന്താന്ന് വെച്ചാലേ, നമുക്കിപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത കുറേ ഡ്രസ്സസ് ഉണ്ടാവും. ഇതെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇടയ്ക്കെടുത്ത് ഇതൊക്കെ ഒന്ന് എന്താ പറയുന്നത്, അതിൽ നിന്നൊക്കെ ഒന്ന് സോർട്ട് ചെയ്യുമ്പോഴത്തേൽ ഈ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്നതൊക്കെ ഒരുപാട് നമുക്ക് കിട്ടും. അപ്പം അത് ഉപയോഗിക്കുന്ന ആർക്കെങ്കിലും കൊടുക്കുകയോ അല്ലെങ്കിൽ തീരെ മോശമായിട്ടുള്ളതാണെങ്കിൽ അത് ഡിസ്കാർഡ് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം പുറത്തെടുത്തിട്ട് കംപ്ലീറ്റ് അതിൽ കുറേ തുണികൾ എനിക്ക് എന്ന് വെച്ചാൽ ഒത്തിരി മോശമുള്ളതല്ല, എന്നാൽ എനിക്ക് ഉപയോഗിക്കാൻ
പറ്റാത്തതുമായിട്ടുള്ള കുറേ ഇതൊക്കെ ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ കുറേ സ്പേസ് അങ്ങനെ കിട്ടി. അങ്ങനെ അതെല്ലാം ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഈ ഞാൻ പറഞ്ഞല്ലോ കോസ്മെറ്റിക് ഷെൽഫാണ് അത്. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്തു കഴിയുമ്പോഴത്തേലൊക്കെ വലിച്ചു വാരി ഇട്ടിട്ട് അതിൻ്റെ അകമൊക്കെ എനിക്ക് എല്ലാത്തിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകമൊക്കെ ഒന്ന് തുടയ്ക്കണമായിരുന്നു. പൊടി നന്നായിട്ട് പിടിച്ചിരിപ്പുണ്ട്. പറയുമ്പോൾ ഡോറുള്ളതാണ്, എന്നാൽ പോലും അതിൻ്റെ അകത്ത് നിറയെ പൊടിയൊക്കെ വരുന്നുണ്ട്. ഞാൻ ഈ മുടിയൊക്കെ ചീകുന്നതില്ലേ, ആ മുടി വരെ അതിൻ്റെ അകത്ത് പറന്നിരിപ്പുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി കേട്ടോ. ഇതിൻ്റെ അകത്ത് ഈ ഈ ഡോറൊക്കെ അടഞ്ഞിരിക്കുന്നതിൻ്റെ അകത്ത് എങ്ങനെയാ ഇതൊക്കെ മുടിയൊക്കെ കയറിപ്പോയെന്ന്. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തു, തുടച്ചു, ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു. ഇപ്പം നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം കാണാനും പിന്നെ അതൊക്കെ പോയി തുറക്കുമ്പോഴത്തേലും എല്ലാം ഭയങ്കര ഒരിതാണ്. പിന്നെയും കുറേ ദിവസം കഴിയുമ്പോഴത്തേലും നമ്മൾ മനഃപൂർവ്വമല്ല ഓരോന്നൊക്കെ എടുക്കുമ്പോൾ ചിലപ്പം ഇടയിൽ നിന്നൊക്കെ വലിച്ചെടുക്കുമ്പോഴത്തേലൊക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവും. അപ്പോൾ എൻ്റെ ഡ്രസ്സസൊക്കെ കുറേ ഞാൻ മാറ്റുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ അകം ക്ലീൻ ഒന്നും അടിച്ചു വരാൻ പോയില്ല. കാരണം ഇന്ന് രാധാകൃഷ്ണനുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ അതിൻ്റെ അകത്ത് അടിച്ചു വരുവും ഫാനൊക്കെ തുടയ്ക്കുകയൊക്കെ വേണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റ് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാധാകൃഷ്ണൻ അത് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ കിച്ചണിലേക്ക് വന്നു. കിച്ചണിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ കുക്കിങ്ങും കൂടെ ഉണ്ടെന്ന്. അപ്പോൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചോറ് തിളപ്പിച്ച് തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചതിന് ശേഷമാണ് പോയിട്ട് ഇത് ചെയ്യാൻ നിന്നത് കേട്ടോ. അപ്പോൾ തിരിച്ചു വന്നപ്പോഴേക്കും ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറൊക്കെ വാർത്തിടുവാണ് കേട്ടോ. അതിനുശേഷം ഇന്ന് ചെയ്യാൻ പോകുന്നത് ബീഫും കപ്പയും ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ വെച്ചിട്ട് കപ്പ ബിരിയാണിന്നോ അല്ലെങ്കിൽ കപ്പയും ബീഫും ഇട്ടിട്ടുള്ള കറിയെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ അത് ഒന്നുണ്ടാക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഓർഗനൈസിങ്ങും ഇതൊക്കെ കഴിയുമ്പോഴേക്കും എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ മനഃപൂർവ്വമായിട്ട് ടു ഡു ലിസ്റ്റിലൊക്കെ എഴുതി വെച്ചിരുന്നത് കൊണ്ട് അങ്ങ് ചെയ്യുവാണ്. അപ്പോൾ ഇത് ബീഫിലേക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇത്രയുമാണ് കേട്ടോ. എന്നിട്ട് ഇതാ ബീഫൊക്കെ സാഞ്ചേട്ടൻ എനിക്ക് കഴുകി തന്നിട്ടുണ്ടായിരുന്നേ. അപ്പം അത്രയും ഒരു ജോലി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കപ്പയും അതെ സാഞ്ചേട്ടൻ തന്നെയാണ് അരിഞ്ഞിട്ട് അതൊന്ന് വേവിച്ച് വെച്ചിരുന്നത്. അപ്പം ഞാൻ അകത്ത് അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സാഞ്ചേട്ടൻ ഇത്രയും ചെയ്തു തന്നു കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ആശ്വാസമായി കേട്ടോ. സാഞ്ചേട്ടൻ എങ്ങനെയാണ് ഇടയ്ക്കൊക്കെ വന്നിട്ട് ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ തീരെ ഹെൽപ്പ് ചെയ്യാത്ത ആളൊന്നുമല്ല, നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു മൂഡ് വേണം എന്ന് മാത്രം. മൂടുണ്ടെങ്കിൽ ചെയ്യും. പിന്നെ ഈ ക്ലീനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സാഞ്ചേട്ടൻ ചെയ്തില്ല. ഇങ്ങനത്തെയൊക്കെ വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാലായിട്ട് സാഞ്ചേട്ടൻ ചെയ്തു തരും. ക്ലീനിങ്ങും പിന്നെ ഈ അടുക്കിപ്പെറുക്കലൊന്നും സാഞ്ചേട്ടന് വശമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ദാ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചോപ്പറിലിട്ടിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുവാണേ. അത് നമുക്ക് ചതച്ചെടുക്കണമെങ്കിൽ ചതച്ചെടുക്കാം. എനിക്കിപ്പോൾ ഈ ചോപ്പർ ഉള്ളതുകൊണ്ട് ഈ ചോപ്പർ ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇപ്പം അത് ആദ്യം നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അതിൻ്റെ അകത്തുള്ള മെയിൻ ബാറ്ററി പോയതിന് ശേഷം അതിപ്പം അത്ര വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. അതെപ്പോഴും നമ്മൾ ചാർജിലിട്ടേക്കണം. ചാർജിലിട്ടിരുന്നാൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. പക്ഷെ അത് ഒത്തിരി യൂസ്ഫുൾ ഉള്ള സാധനം ആയതുകൊണ്ട് അത് നമുക്ക് കളയാനോ ഒന്നും തോന്നുന്നില്ല. അപ്പം പഴയ ബാറ്ററി കേടായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിൽ പുതിയ ബാറ്ററി മേടിച്ചിട്ടു. പക്ഷെ ബാറ്ററി അധികം നിൽക്കുന്നില്ല. അപ്പോൾ എപ്പോഴും ചാർജിലിട്ടേക്കണം. ഒരു പ്രാവശ്യം ചോപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ചാർജ് ഇറങ്ങിപ്പോവും. അപ്പോൾ കംപ്ലീറ്റ് ടൈമും നമ്മൾ ഈ ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജിൽ ഇടുവാണ് കേട്ടോ പതിവ്. അപ്പോൾ ഇനി ബീഫ് ഒരു പുതിയ രീതിയിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് 2 ചെറിയ സവാളയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തു. അതിനുശേഷം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തെടുത്തു. പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതൊക്കെ ഞാൻ ഒന്ന് വഴറ്റിയാണ് എടുക്കുന്നത്. അപ്പോൾ ബീഫ് വെക്കുന്നതിന് മുന്നായിട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേലും മസാലകളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇതിൽ ഗരം മസാല ഉണ്ടായിരുന്നില്ല. അപ്പം ഗരം മസാല ഞാൻ പുറത്തൊന്നും മേടിക്കാറില്ല കേട്ടോ. അത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാറാണ് പതിവ്. അതിൽ കുറച്ച് എന്താ പറയുന്നത്, പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ സ്റ്റാർ സീഡ്, ജാതി,
പത്തിരി അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇടും കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ അത് നമ്മൾ മേടിക്കുന്ന ആ കൂട്ടിൻ്റെ എക്സ്ട്രാ അത് പോരാതെ എക്സ്ട്രാ ആയിട്ട് ഞാൻ കുറച്ചും കൂടെ ഏലക്ക ഇടും. പിന്നെ കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുമ്പൊക്കെ പെരുംജീരകവും കൂടെ ഇട്ടിട്ട് ഞാൻ പൊടിക്കുമായിരുന്നു. ഇപ്പം പെരുംജീരകം ഇടാറില്ല. പെരുംജീരകം അഥവാ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് മേടിച്ച് പൊടിച്ച് വെക്കാറാ പതിവ് കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ പെരുംജീരകമില്ല. ഇപ്പം ബാക്കിയുള്ളതെല്ലാം കൂടെ ഞാനൊന്ന് ചൂടാക്കിയതിന് ശേഷം അത് പൊടിച്ചെടുക്കും കേട്ടോ. ഇങ്ങനെ പൊടിച്ചെടുക്കുന്ന നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഗരം മസാലയാണ് ടേസ്റ്റ്. ഞാൻ കടയിൽ നിന്ന് മേടിച്ചിട്ട് ഒരു പ്രാവശ്യം പണ്ടെങ്ങാണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് ഒരു മണവും ഉണ്ടായിരുന്നില്ല, ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ ഇതുവരെ ഗരം മസാലയൊന്നും ഇങ്ങനെ കഴിവതും ഇങ്ങനെയുള്ള പൗഡേഴ്സൊന്നും ഞാൻ മേടിക്കാറില്ല. കുരുമുളക് പൊടിയോ ഉലുവാപ്പൊടിയോ ഗരം മസാല പൗഡറോ അങ്ങനെയുള്ളതൊന്നും ഞാൻ പൗഡർ മേടിക്കത്തില്ല. അതെല്ലാം വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാറാണ് പതിവ്. എന്നിട്ട് ഇതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അതങ്ങ് പൊടിച്ചെടുക്കുവാണ് കേട്ടോ. പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ പണ്ട് പൊടിക്കുമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ദാ ഗരം മസാല പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലായിട്ട് നമ്മൾ ഈ പിരിയം മുളക് അങ്ങനെ തന്നെ മേടിച്ചിട്ട് പൊടിക്കുമ്പോഴും അതിന് ഭയങ്കര എരിവ് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഇപ്പം എവറസ്റ്റിൻ്റെ മുളക് പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്, കാശ്മീരി ചില്ലി പൗഡർ. അപ്പോൾ ഇത് ബീഫിന് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഇത് 4 പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇത് ഇത്രയും കൂടെ ഞാൻ മിക്സിയിലൊന്ന് പൊടിക്കുവാണ് കേട്ടോ. ഇത് ആ ഗരം മസാല പൊടിച്ച മിക്സിയിൽ അതൊന്ന് പൊടിച്ചിട്ട് പിന്നെ അതിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കുവാണ് കേട്ടോ. എന്നിട്ടാണ് ഇത് കറിയിൽ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ചേർക്കുന്ന മസാലയൊക്കെ സെയിം തന്നെയാണ്, പക്ഷെ അതിൽ ഓരോ ഡിഫറൻസ് വരുത്തുമ്പം അതിന് ടേസ്റ്റിലും ഡിഫറൻസ് വരും കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഈ മസാലകളൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ്. എന്നിട്ട് പാൻ ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് ഈ സവാള, പച്ചമുളക്, കറിവേപ്പില അതൊന്ന് വഴറ്റിയതിന് ശേഷം ഈ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുവാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ആ മിക്സിയിൽ അരച്ച് വെച്ച ആ സ്പൈസസ് ഉണ്ടല്ലോ, മീൻസ് പൊടികൾ, സ്പൈസസ് അല്ല പൊടികൾ, മസാലപ്പൊടികൾ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് അരച്ചതിന് ശേഷം ഇതിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ആയതിനു ശേഷം ഞാൻ ഇത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും അത് ആദ്യം കുറച്ച് കഴിയുമ്പോൾ അത് ഒന്ന് ഫ്രൈ ആകുമ്പോൾ ഇടണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ മറന്നുപോയി. എന്നിട്ട് പിന്നീടാണ് കേട്ടോ ഏകദേശം അത് ഫ്രൈ ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇട്ടത്. എന്നിട്ട് പിന്നെയും ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്ത് കേട്ടോ. പിന്നെ ഇത് ഒത്തിരി അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് കുക്കറിൽ ഇനി ഇതിട്ടിട്ട് വേവിക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഒത്തിരി ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, പക്ഷെ എനിക്ക് കുറച്ചതൊന്ന് ഫ്രൈ ആവണമെന്ന് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ വഴറ്റിയത്. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത ആ മിക്സും കൂടെ ഇനി ഇതിലിട്ടിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് എടുത്താൽ മതി. സാധാരണ ഞാൻ ബീഫ് വയ്ക്കുമ്പോഴൊക്കെ ടൊമാറ്റോ ആഡ് ചെയ്യുന്നതാണ്, പക്ഷേ ഇത് ഇങ്ങനെ കപ്പയും കൂടെ ചേർക്കുന്നത് കൊണ്ട് ടൊമാറ്റോ ആഡ് ചെയ്ത കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാനത് ആഡ് ചെയ്തില്ല, അല്ലാതെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു മിക്സൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ? എന്നിട്ട് അത് നന്നായിട്ട് വീണ്ടും അതിൻ്റെ സ്മെല്ല് പോകുന്നത് വരെ, ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേൽ ഇതിന് വേറെ ഒരു ടേസ്റ്റുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല, സാധാരണ നമ്മൾ വെറുതെ ഇങ്ങനെ പൊടികളിട്ടിട്ട്
നമ്മൾ ചെയ്യത്തില്ലേ, അതിനേക്കാളും വളരെ വ്യത്യാസമായിട്ടുള്ളൊരു ടേസ്റ്റും എന്നാൽ നല്ല നല്ല ടേസ്റ്റും ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിപ്പം കപ്പ ഇടണം എന്നില്ല, അല്ലാതെ ബീഫ് ഇങ്ങനെ മാത്രം ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞിരുന്നിരുന്നാലും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചെയ്തിട്ട് എൻ്റെ അടുത്ത് ആ ഒരു ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ അതിലുള്ള കംപ്ലീറ്റ് ഇതും പേസ്റ്റും ഞാനിങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ട് ഇതാക്കി എടുക്കുവാണ്, വൈപ്പ് ചെയ്തെടുക്കുവാണ്. അതിന് ശേഷം ഇത് നന്നായിട്ട് ഇപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്യുകയാണ് കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അതിനുശേഷം ബീഫ് കുക്കറിൽ ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാനല്ല സാഞ്ചേട്ടൻ റെഡിയാക്കി തന്ന, അതിലേക്ക് നമ്മുടെ ഈ മസാല മുഴുവൻ ബീഫിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൽ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണേ. മീൻസ് ഇത് ചിലപ്പം ഈ മസാലയൊക്കെ കൂടെ ചേർന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ പറയാറില്ലേ, എപ്പോഴും നല്ല ചൂട് വെള്ളം മാത്രമേ ഇതിൽ, തിളപ്പിച്ച വെള്ളം മാത്രമേ ഇതിൽ ചേർക്കാവുള്ളൂ. അപ്പം ഞാൻ തിളപ്പിച്ചിട്ട് ആ തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആ മിക്സിയിൽ പറ്റിയിരുന്ന മസാലയൊക്കെ ചൂടുവെള്ളം ഒഴിച്ച് അതിനുശേഷം ഈ മസാല ഫ്രൈ ചെയ്ത ആ പാൻ ഉണ്ടല്ലോ, ആ പാനിലോട്ടും കൂടെ ആ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അതും ഒന്നിതാക്കി ഈ ബീഫിലോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് ഇങ്ങനെ മസാലയൊക്കെ റെഡിയാക്കി അതിൽ ചേർത്തിട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെ കുക്ക് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. ഇത് പിന്നെ ബീഫല്ല കേട്ടോ, ഇത് പോത്താണേ. കാരണം കപ്പ ബിരിയാണി അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേൽ പോത്താണ് ടേസ്റ്റ് കൂടുതൽ. പിന്നെ ഓരോന്നിൻ്റെയും കുക്കിംഗ് ടൈം വ്യത്യാസം ഉണ്ടല്ലോ. പിന്നെ പ്രഷർ കുക്കറിനെയും ഇതാക്കിയിരിക്കും നമ്മുടെ കുക്കിംഗ്. എൻ്റെ ഈ കുക്കറിൽ ഒരു 6-7 വിസിൽ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ബീഫൊക്കെ റെഡി ആവത്തുള്ളൂ. ഇപ്പം നമ്മുടെ ബീഫൊക്കെ റെഡി ആയിട്ട് ഉണ്ട് കേട്ടോ. അപ്പം ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. പിന്നെ വേണമെങ്കിൽ കുറച്ച് കാച്ചി ഒഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് എണ്ണയിൽ വഴറ്റി അതും കൂടെ ഒഴിച്ചു കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. ഇപ്പം ഞാനിതിൽ കപ്പയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല, കപ്പ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ കപ്പ ഇച്ചിരി വേവുള്ള കപ്പയാണെങ്കിൽ ഇതിൽ ഡയറക്റ്റ് ഇട്ട് കുറച്ചും കൂടെ ഒന്ന് വേവിച്ചു കൊടുക്കാം. പക്ഷേ ഞാൻ ഈ എടുത്ത കപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വെന്തുടഞ്ഞ കപ്പയാണ്. അപ്പോൾ അതിനെയും വിസിലൊന്നും കേൾപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് അല്ലാതെ തന്നെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു തിള വന്നു കഴിയുമ്പോൾ തന്നെ റെഡിയാവും. ഇത് നല്ല നല്ല കപ്പയായിരുന്നു. പക്ഷേ കപ്പ കുറച്ച് കുറവായിരുന്നു, ബീഫ് കൂടുതലും കപ്പ കുറവുമായിരുന്നു. കാരണം ഒരു കപ്പയായിട്ടാണ് ഞങ്ങളെപ്പോഴും മേടിക്കുന്നത്. കാരണം ഞങ്ങൾ 2 പേരുള്ളതുകൊണ്ട് ഒരുപാട് കപ്പ മേടിച്ച് കഴിഞ്ഞാൽ അത് ബാലൻസ് വരും. ഇത് ഒരു കപ്പ വെച്ചിട്ട് ചെയ്താൽ തന്നെ ഞങ്ങൾക്ക് 2 ദിവസത്തിൽ കൂടുതൽ വരും. അതുകൊണ്ടാണ് ഒരു കപ്പയായിട്ട് ചെയ്തത്. പക്ഷെ ബീഫ് ഇച്ചിരി കൂടുതലും കപ്പ ഇച്ചിരി കുറഞ്ഞും പോയി. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തപ്പോഴത്തേൽ അത് കംപ്ലീറ്റ് വെന്തിട്ടുണ്ടായിരുന്ന കപ്പയായതുകൊണ്ട് അതിലോട്ട് തന്നെ അങ്ങ് കുഴഞ്ഞ് ചേർന്ന് പോയി കേട്ടോ. അപ്പോൾ കപ്പ ബിരിയാണി ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അത് കഴിക്കാനായിട്ട് പറ്റിയില്ല. ചോറിൻ്റെ കൂടെ കഴിക്കാനേ പറ്റുള്ളൂ. സാധാരണ കപ്പ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡയറക്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പം നമ്മുടെ കപ്പയും ബീഫും ഒക്കെ ഇട്ട് വെച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളിത് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം ഒന്ന് കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ റൂമിലോട്ട് വന്നു. കാരണം രാധാകൃഷ്ണൻ അതിൻ്റെ അകത്ത് ഫാനിലെ പൊടിയൊക്കെ കളയാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫാനിലെ പൊടിയൊക്കെ കളഞ്ഞ് പുള്ളി അതിൻ്റെ അകമൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ച് തന്നതിന് ശേഷം ഞാൻ ഈ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു. ഇപ്പം ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു കഴിഞ്ഞപ്പോഴേക്കും റൂമിൻ്റെ ലുക്ക് തന്നെ മാറി. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേലും എനിക്ക് ഭയങ്കര സന്തോഷം
സന്തോഷമാണ് കേട്ടോ. കാരണം റൂമൊക്കെ ഇങ്ങനെ ഒതുക്കി വൃത്തിയാക്കി ഇങ്ങനെയൊക്കെ ബെഡൊക്കെ കാണുമ്പോഴത്തേല് എൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷവും ഒരു പോസിറ്റീവ് എനർജി നിറഞ്ഞതുപോലെയാണ്. അതുകൊണ്ട് എപ്പോഴും ഞാൻ റൂമൊക്കെ ഇങ്ങനെ തന്നെ ഇങ്ങനെ ഒന്നും എന്താ പറയുന്നു ഒരുപാട് തുണികളോ ഇതൊന്നും പുറത്ത് ഇങ്ങനെ സ്റ്റാൻഡിലൊന്നും നിറയ്ക്കാതെയാണ് നോക്കുന്നത്. പിന്നെ സാഞ്ചേട്ടൻ്റെ റൂമിലാണ് ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുള്ളത്. സാഞ്ചേട്ടന് ഓഫീസിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഡ്രസ്സ് ഇടാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ഉച്ചയായപ്പോഴത്തേല് ചോറുണ്ണാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കുളിച്ചിട്ട് ചോറുണ്ണാന്ന് വിചാരിച്ചു, പക്ഷേ എനിക്കങ്ങ് നന്നായിട്ട് വിശന്ന് പോയി. ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മമ്മി ഉണ്ടായിരുന്നു കഴിക്കാൻ. അപ്പം മമ്മിയും ഞാനും ഒരുമിച്ച് കഴിച്ചതിന് ശേഷം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ കുളിക്കാൻ പോയത്. അപ്പോൾ ഇതാ ചോറും കപ്പ ബിരിയാണിയും ഒക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.